നല്ല നാടൻ മീൻകറിയുടെ സിമ്പിൾ റെസിപ്പിക്ക് അന്വേഷിച്ച് നടക്കുന്നവർ ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും അതേപോലെ 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട. എന്നിട്ട് അത് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ടൊമാറ്റോ ഇതേപോലെ നീളത്തിലരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തോളൂ. കാരണം അരപ്പിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ മുളക് പൊടിയും ഒരു 1.5-2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു കളർ ആവുമ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ അതിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കോൽപ്പുളിയുടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല അരപ്പ് ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പ് നമ്മുടെ നേരത്തെ ചൂടാക്കി പാത്രം ഉണ്ടല്ലോ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിയിൽ കുറച്ചും കൂടെ ഒരു നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് അടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ് പിന്നീട് ഒഴിച്ചു കൊടുത്തത്. ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളുടെ കോൽപ്പുളി കുടപ്പുളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പുളിവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ കോൽപ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഞാൻ ഒഴിച്ചു കൊടുത്തത് തേങ്ങാപ്പാലാണ്. എൻ്റെ ഒറിജിനൽ കോക്കനട്ട് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടി കലക്കിയിട്ടാണ് കോക്കനട്ട് മിൽക്ക് പൗഡർ വാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഈ ഒരു കട്ട നിൽക്കുന്നത്. ആ കട്ട നിന്നുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. അടിപൊളി മീൻകറിയായിരുന്നു. നിങ്ങൾക്ക് ഒറിജിനൽ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുത്തത്. സോൾട്ട് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഈ ഒരു ടൈമിലാണ് നമ്മൾ ആദ്യമായിട്ട് സോൾട്ട് ഇടുന്നത്. പിന്നെ അതിനുശേഷം 2-3 പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ആ ചൂടായി വരുമ്പോൾ അല്ലെങ്കിൽ തിളച്ച് വരുമ്പോൾ ഫിഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ തിളച്ച് വരുമ്പോഴേക്കും ഫിഷും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, ട്രൈ ചെയ്യാം.